ലോകത്ത് ഓരോ ദിവസവും ഓരോ യുദ്ധങ്ങൾ കാരണം ജനങ്ങൾ വല്ലാത്തൊരു കഷ്ടത്തിലാവുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള ഒരു കഷ്ടത്തിലേക്ക് വരുന്നത് അല്ലെങ്കിൽ വലിയ രീതിയിൽ ഒരു തലവേദന കേസായി മാറുന്നത് സർക്കാരിനാണ്. കാരണം ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ പണപ്പെരുപ്പ് വലുതായിട്ട് വർദ്ധിക്കാത്ത രീതിയിൽ ജനങ്ങൾക്ക് ഓരോ സാധനത്തിനും വില കൂടാത്ത രീതിയിലേക്ക് അതിനെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി. നമുക്കറിയാം, ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു യുദ്ധം നടന്ന സമയത്ത് എണ്ണ കയറ്റുമതിയിൽ വലിയ രീതിയിലുള്ള ഒരു ഇടിവുണ്ടായി, എണ്ണയിൽ വലിയ രീതിയിലുള്ള ദൗർലഭ്യമുണ്ടായി. അതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ കൂടുതലായി പെട്രോളിന് ഉപയോഗം കുറയ്ക്കുക, കൂടുതലായി പാചകവാതകം ഉപയോഗിക്കുന്നത് കുറയ്ക്കുക, കൂടുതലായി എല്ലാം ആവശ്യത്തിന് ഉപയോഗിക്കുക എന്ന രീതിയിലേക്ക് എത്തി. കൂടാതെ പെട്രോളിനും ഡീസലിനും ഒക്കെ വില വർദ്ധിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തി. കൂടാതെ ഗാർഹിക പാചകവാതകം അതോടൊപ്പം തന്നെ ഈ വാണിജ്യ പാചകവാതകത്തിന്റെ വില കൂട്ടുന്നു, അതിനെ ഒന്ന് ചുരുക്കുന്നു. ആ രീതിയിലേക്ക് ഒരു സംഭവം ഉണ്ടായി. അതായത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ എങ്ങനെയൊക്കെ അതിനെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുമോ അതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു യുദ്ധം, ഒരു സമാധാന കരാറിലേക്ക് അവർ ഒപ്പുവെച്ചു. ഇനി ഒരു യുദ്ധം ഉണ്ടാകില്ല എന്ന് പ്രത്യാശയോടുകൂടി സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് ഇതാ വെനസ്വേലയിൽ വലിയ രീതിയിലുള്ള ഒരു ഭൂകമ്പം ഉണ്ടാകുന്നത്. അത് നിസ്സാരമായ ഒരു ഭൂകമ്പമല്ല, ഒരു ഇരട്ട ഭൂകമ്പമാണ് ഉണ്ടാകുന്നത്. ഒരു സമയം തന്നെ 2 പ്രാവശ്യം ഭൂകമ്പം ഉണ്ടാകുന്നു. അത് ചെറിയ ഒരു ഭൂകമ്പമല്ല. അതായത് റിക്ടർ സ്കെയിലിൽ അതിൻ്റെ തീവ്രത രേഖപ്പെടുത്തിയത് ഒന്നാമത്തെ ഭൂകമ്പം 7.2 ആണെങ്കിൽ അടുത്ത ഒരു ഭൂകമ്പം ഉണ്ടായത് 7.5 എന്ന തീവ്രതയാണ് റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയത്. അത് ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ഒരു തലവേദനയായി മാറുന്നു. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് 125 വർഷത്തെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ ഒരു വിനാശകരമായ ഒരു ഭൂകമ്പമാണ് വെനസ്വേലയിൽ ഉണ്ടായത് എന്നതിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു ഭൂകമ്പം ഇപ്പോൾ ജനങ്ങളുടെ ജീവനെടുക്കുന്നു. ആയിരക്കണക്കിന് പേരെ കാണാനില്ല, ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഭൂകമ്പം വെനസ്വേലയ്ക്ക് മാത്രമല്ല, ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ഒരു നഷ്ടമുണ്ടാകാൻ പോകുന്നത് എണ്ണ വ്യാപാര മേഖലയിലാണ് ഏറ്റവും വലിയ ഒരു നഷ്ടമുണ്ടാകാൻ പോകുന്നത്. കാരണം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു യുദ്ധമുണ്ടായപ്പോൾ എണ്ണയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള ഒരു ദൗർലഭ്യം ഇന്ത്യക്കുണ്ടായി. അപ്പോൾ ഹോർമോസ് കടലുകൾക്ക് വഴിയാണ് ഇന്ത്യൻ കപ്പലുകളെല്ലാം തന്നെ ഇന്ത്യൻ തുറമുഖത്തിലേക്ക് എണ്ണകൾ കൊണ്ടുവരുന്നത്. അവിടെ ഒരു തരത്തിലുമുള്ള നിയന്ത്രണം ഇന്ത്യക്ക് ഇറാൻ ഏർപ്പെടുത്തിയിട്ടില്ല എന്നിരുന്നാൽ പോലും വലിയ രീതിയിലുള്ള ഒരു ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നുമൊക്കെ ഇന്ത്യൻ കപ്പലുകൾക്ക് വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ഈ യുദ്ധം എത്ര സമയം നിൽക്കും അല്ലെങ്കിൽ എത്ര കാലം ഇങ്ങനെ നീണ്ടുപോകും എന്നുള്ള ഒരു ചിന്ത ഇന്ത്യക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഒരു ബദൽ സംവിധാനം എന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങളെത്തി. അതുകൊണ്ടാണ് വെനസ്വേല വഴി എണ്ണ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ വെനസ്വേലയിൽ നിന്നും കൂടുതൽ വലിയ രീതിയിലുള്ള എണ്ണ ആശ്രയിക്കുകയും എണ്ണ ഇറക്കുമതി ചെയ്യുകയും ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭൂകമ്പത്തെ തുടർന്ന് കപ്പൽ ഗതാഗതത്തിലെ ഒരു കാലതാമസം, കൂടാതെ തുറമുഖത്തിലെ തടസ്സങ്ങൾ ഉണ്ടാകുന്നു, കടൽ മാർഗമുള്ള ചരക്ക് നീക്കത്തിനുള്ള ഇൻഷുറൻസ് ചെലവുകളിലെ കുത്തനെയുള്ള ഒരു വർധനവ് എന്നിവയെല്ലാം ഒരു പ്രധാന കാരണമായി ഈ വെനസ്വേലയിലെ ഭൂകമ്പം മാറുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ആഗോള എണ്ണ വിപണിയിലെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ഇന്ത്യൻ റിഫൈനറികളെ സംബന്ധിച്ചിടത്തോളം അത് അത്യന്തം സങ്കീർണമായ ഒരു ഘട്ടത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്നു എന്നതാണ് വിദഗ്ധർ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. കാരണം ഒരു സുപ്രധാനമായ ഊർജ്ജ സ്രോതസ്സിന് മേൽ കറുത്ത ഒരു കരിനിഴലാണ് ഇപ്പോൾ ഈ വെനസ്വേലയിലുണ്ടായ ഭൂകമ്പത്തിൽ ഇന്ത്യക്ക് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇറാൻ ഉൾപ്പെടെയുള്ള യുദ്ധസമാനമായ സാഹചര്യങ്ങൾ കാരണം മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എണ്ണ വിതരണത്തിൽ ഇന്ത്യ ഒരു കാലതാമസം വലിയ രീതിയിൽ നേരിട്ടിരുന്നു. അത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു താത്കാലികമായ ഒരു ആശ്വാസം എന്ന നിലയിലേക്കാണ് ഇന്ത്യ വെനസ്വേലയെ ആശ്രയിച്ചത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു സ്ഥലത്തെ മാത്രം നമുക്ക് ആശ്രയിച്ചുകൊണ്ട് എണ്ണ ഇറക്കുമതി ചെയ്യാൻ പറ്റില്ല. വേറെ ഒരു പ്ലാൻ ബി എന്ന ഒരു ഓപ്ഷനാണ് ഇന്ത്യ വെനസ്വേലയെ ആശ്രയിക്കാൻ പോയത്. അതുകൊണ്ടാണ് ഇന്ത്യൻ എണ്ണ കമ്പനികൾ വെനസ്വേലയെ ഒരു പ്രധാന ബദൽ സ്രോതസ്സായി കണ്ടുകൊണ്ട് വ്യാപാരം ശക്തമാക്കാനുള്ള ഒരു നീക്കം നടത്തിയത്. മിഡിൽ ഈസ്റ്റിനെ മാത്രം ആശ്രയിക്കുന്നത് ഒരു അപകടമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊരു അപകടം ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞാണ് ഇന്ത്യൻ റിഫൈനറിമാർ സമീപ മാസങ്ങളിൽ വെനസ്വേലയിൽ ക്രൂഡ് ഓയിലിന്റെ വാങ്ങൽ വലിയ രീതിയിലേക്ക് അവർ വർദ്ധിപ്പിക്കാൻ ഒരു പ്രധാന കാരണമായി മാറിയത്. അങ്ങനെ ഏപ്രിൽ മെയ് മാസത്തിലേക്ക് കണക്ക് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്തത് വെനസ്വേലയിൽ നിന്നാണ്. ആ ഒരു കുതിച്ചുചാട്ടം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ഏറ്റവും പ്രധാനമാണ്. വളരെ
ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എണ്ണ വിതരണക്കാരുടെ പട്ടികയിൽ വെനസ്വേല ഉയർന്നു വന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഭൂകമ്പമുണ്ടാക്കിയ നാശനഷ്ടങ്ങൾ വെനസ്വേലയിൽ അതിർത്തികൾക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം രാജ്യത്തിന്റെ കയറ്റുമതി മേഖലയും അതോടൊപ്പം തന്നെ തുറമുഖ ഘടനകളെയും ബാധിക്കുന്ന ഏതൊരു തടസ്സവും ആഗോള വിതരണ ശൃംഖലയെ ഒന്നായി ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾക്ക് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ വെനസ്വേലയ്ക്ക് ഇന്ത്യക്ക് എണ്ണ കൊടുക്കാൻ അതിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു പോരായ്മകൾ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ചരക്ക് നീക്കം അവിടെ പൂർണ്ണമായും നിശ്ചലമാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ ഇന്ത്യ നേരത്തെ എവിടെ നിന്നാണോ എണ്ണ എടുത്തത് ആ സ്ഥലത്തേക്ക് എണ്ണ എടുക്കണം. ഹോർമോസ് കടലെടുക്ക വഴി ഇന്ത്യക്ക് എണ്ണ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് ഈ കപ്പൽ ഗതാഗതം ഇന്ത്യക്ക് വലിയ രീതിയിലൊരു തടസ്സമായി എണ്ണ ഗതാഗതം ഇന്ത്യക്ക് മാറുന്നുവെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ.